പിണറായി ഉള്ളതിനാൽ തടി കേടായില്ല. എമ്പുരാൻ ടീം നന്ദി പറയേണ്ടത് ഇടതുപക്ഷ സർക്കാരിനോടാണ്. എമ്പുരാൻ വിവാദത്തിലായതോടെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയും സിനിമയുടെ മറ്റ് പ്രധാന അണിയറ പ്രവർത്തകരും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താണെന്ന് നോക്കാം. അതെല്ലാവരെയും വെറുപ്പിച്ച് മുന്നോട്ടു പോകാൻ അധികകാലം കഴിയില്ല എന്നതാണ്. എമ്പുരാന്റെ പ്രമേയം എന്തുമാകട്ടെ, അത് വളച്ചൊടിച്ചതോ വളച്ചൊടിക്കാത്തതോ ആകട്ടെ, പക്ഷെ ഈ പേരിൽ മുരളി ഗോപിക്കും പൃഥ്വിരാജിനുമെല്ലാം ഭയമില്ലാതെ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാകാറുള്ളത് പോലുള്ള ഒരു കടന്നാക്രമണം തീർച്ചയായും എമ്പുരാൻ സിനിമയുടെ സൃഷ്ടാക്കൾ നേരിടേണ്ടി വരുമായിരുന്നു. കാരണം അത്രയ്ക്കും സെൻസിറ്റീവായ വിഷയമാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിലൂടെ പിണറായി വിജയനെ കീറി മുറിക്കുകയും എമ്പുരാനിലൂടെ പിണറായിയെയും CPM-നെയും പരിഹസിക്കുകയും ചെയ്ത മുരളി ഗോപിയോട് വിയോജിപ്പ് മറന്നാണ് ഈ നിർണായക ഘട്ടത്തിൽ പിണറായി സർക്കാരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എമ്പുരാനും അതിന്റെ അണിയറ പ്രവർത്തകർക്കും പിന്തുണ നൽകിയത്. തന്നെയും പ്രസ്ഥാനത്തെയും അപമാനിക്കുന്ന ഭാഗങ്ങൾ നേരിട്ട് കണ്ട് തന്നെയാണ് പിണറായി ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നതും. എമ്പുരാനിലെ ചില രംഗങ്ങളിൽ തനിക്കുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി തന്നെയാണ് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും ഈ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നത്. എമ്പുരാനെ പിന്തുണച്ച് രംഗത്ത് വന്ന ആദ്യ സംഘടനയും DYFI തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ ഈ ശക്തമായ നിലപാട് അതിരുവിട്ട പ്രതിഷേധങ്ങളെ ഒരു പരിധി വരെ തടഞ്ഞ് നിർത്തിയിരിക്കുകയാണിപ്പോൾ. ഏതെങ്കിലും തരത്തിലുള്ള കടന്നാക്രമണം എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എതിരെ ഉണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് സംസ്ഥാന ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇടതു സംബന്ധമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പോലീസിന് നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ സംഘപരിവാറിന് എതിരെ തെരുവിലിറങ്ങി പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് DYFIയും വ്യക്തമാക്കി കഴിഞ്ഞു. 2002 ഗുജറാത്ത് കലാപത്തിനെതിരെ രാജ്യത്ത് ഏറ്റവും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചതും DYFI അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കലാപം പ്രമേയമാക്കിയ എമ്പുരാനിൽ മറ്റെന്ത് നെറികേട് കാട്ടിയിട്ടുണ്ടെങ്കിലും അത് അവഗണിച്ച് പിന്തുണയ്ക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നതും. യഥാർത്ഥത്തിൽ എമ്പുരാനെതിരായ സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ആ സിനിമയെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതും. ഒരു രൂപ പണച്ചെലവില്ലാതെ മറ്റൊരു സിനിമയ്ക്കും കിട്ടാത്ത പബ്ലിസിറ്റിയാണ് നിലവിലെ വിവാദം വഴി എമ്പുരാൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാർത്താ മാധ്യമങ്ങളിലും എമ്പുരാൻ പുറത്തിറങ്ങിയത് മുതൽ അതുതന്നെയാണ് ചർച്ച ചെയ്യുന്നതും. എമ്പുരാൻ ഉയർത്തുന്ന രാഷ്ട്രീയം RSSനെ ചൊടിപ്പിച്ചതാണ് വിവാദം കത്തിപ്പടരാൻ കാരണമായിരിക്കുന്നത്. ഇതോടെ സംഘപരിവാർ വിരുദ്ധരിൽ വിവാദ സിനിമ കണ്ടുകളയാം എന്ന പൊതുബോധം സൃഷ്ടിക്കാനും കാരണമായിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എമ്പുരാൻ സിനിമ നടൻ പൃഥ്വിരാജിന്റെ സിനിമാ കരിയറിനെ സാരമായി ബാധിക്കാനാണ് സാധ്യത. പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധനാണെന്ന പ്രചരണം കേരളത്തിൽ വല്ലാതെ ഏശിയില്ലെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി അതല്ല. ഹിന്ദുത്വവാദികൾക്കും സംഘപരിവാറിനും ശക്തമായ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ പൃഥ്വിരാജിനെ വെച്ച് സിനിമയെടുക്കാൻ നിർമ്മാതാക്കൾ മടിക്കും. കാരണം അവർക്ക് നഷ്ടപ്പെടാൻ മറ്റു പലതുമുണ്ട് എന്നതൊരു യഥാർത്ഥമാണ്. കാരണം കേന്ദ്ര ഏജൻസികളുടെ പകപോക്കലിന് ഇരയാവാൻ ഇവരാരും തന്നെ തയ്യാറാകണമെന്നില്ല. മർസൽ എന്ന തമിഴ് സിനിമയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു എന്ന ഒറ്റ കാരണത്താൽ സംഘപരിവാർ സംഘടനകൾ ദളപതി വിജയ്ക്കെതിരെ നടത്തിയ പകപോക്കൽ ഈ രാജ്യം അടക്കം കണ്ടതാണ്. എന്തിനേറെ പറയുന്നു, ഇതിന് തൊട്ടു പിന്നാലെ ദളപതിയുടെ വസതിയിലും ഓഫീസിലും അടക്കം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയുണ്ടായി. എന്നാൽ ഈ ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ തുടർന്നും കേന്ദ്ര സർക്കാരിനെയും BJPയും എതിർത്താണ് ദളപതി വിജയ് മുന്നോട്ടു പോകുന്നത്. RSS ഭീഷണിപ്പെടുത്തിയപ്പോൾ എമ്പുരാനിലെ വിവിധ ദൃശ്യങ്ങൾ കട്ട് ചെയ്തതുപോലെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ദളപതിയും മെർസൽ സിനിമയുടെ അണിയറ പ്രവർത്തകരും തയ്യാറായിരുന്നില്ല. അതാണ് ദളപതിയും പൃഥ്വിരാജും തമ്മിലുള്ള വ്യത്യാസം. തമിഴകത്ത് എന്തും ചെയ്യാനുള്ള ജനകീയ കരുത്ത് ദളപതിക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധ്യമായതും. എന്നാൽ പൃഥ്വിരാജിന്റെയോ മോഹൻലാലിന്റെയോ അവസ്ഥ അതല്ല. വിജയ് സ്വീകരിച്ചതുപോലുള്ള നട്ടലുള്ള തീരുമാനം എടുക്കാനുള്ള ശേഷി ഈ രണ്ട് താരങ്ങൾക്കുമില്ല. പിണറായിയെ സിനിമയിൽ കീറി മുറിക്കുന്നതിൽ പ്രത്യേക ആനന്ദം കണ്ടെത്തുന്ന വീരശൂര പരാക്രമിയായ മുരളി ഗോപിയും ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. RSSന്റെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ശാഖകളുള്ള കേരളത്തിൽ തങ്ങളുടെ തടി കേടാകാതിരിക്കാൻ പിണറായിയുടെ പോലീസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഉണ്ടെന്ന ഒറ്റ സമാധാനത്തിലാണ് മാളത്തിലാണെങ്കിലും മുരളി ഗോപി ഉൾപ്പെടെയുള്ളവർ കഴിയുന്നത്. പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമകൾക്ക് തിയേറ്ററുകൾ നൽകാതിരിക്കാൻ മാത്രമല്ല, അത്തരം സിനിമകളുടെ ചിത്രീകരണം തടസ്സപ്പെടുത്താൻ വരെ സംഘപരിവാർ സംഘടനകൾ കേരളത്തിന് പുറത്ത് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. ഇത് പൃഥ്വിരാജ് ഇപ്പോൾ അഭിനയിക്കുന്ന സെപ്റ്റംബറിൽ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്ന സലാർ 2 വരെ ബാധിക്കാൻ സാധ്യതയുണ്ട്.
നിലവിൽ SSMB 29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന 1000 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന രാജമൗലി സിനിമയിലെ ചില രംഗങ്ങളിൽ ഇതിനകം തന്നെ പൃഥ്വിരാജ് അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ കഥയോ ജോണറോ ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും മഹേഷ് ബാബു പ്രധാന നായകനാകുന്ന സിനിമ പറയുന്നത് കാശിയുടെ ചിത്രമാണെന്നാണ് പ്രമുഖ സിനിമാ മാധ്യമമായ പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനായി ഹൈദരാബാദിൽ നിർമ്മാതാക്കൾ പുരാതന നഗരമായ കാശിയുടെ പടുകൂറ്റൻ സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും പുതിയ രാജമൗലി സിനിമ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഹനുമാൻ മൃതസഞ്ജീവിനി തേടിപ്പോയ കഥയായിരിക്കും ചിത്രം പറയുക എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം. ഒഡീഷയിലെ കൊരാപുരത്തിലുള്ള തലമലി കുന്നുകളിലാണ് സിനിമയുടെ ആദ്യഘട്ടം ചിത്രീകരണം നടക്കുന്നത്. പ്രിയങ്ക ചോപ്രയാണ് ചിത്രത്തിൽ നായികയാവുന്നത്. ഇവിടെ പൃഥ്വിരാജും എത്തിയിരുന്നു. ഈ 3 താരങ്ങളെ കുറിച്ചല്ലാതെ കൂടുതൽ വിവരങ്ങൾ രാജമൗലി ടീം പുറത്തുവിട്ടിട്ടില്ല. തന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായി മാറുമെന്ന് രാജമൗലി വിലയിരുത്തുന്ന ഈ സിനിമയിലും സലാർ 2വിലുമാണ് പൃഥ്വിരാജും തന്റെ പാൻ ഇന്ത്യ സ്റ്റാർഡം കാണുന്നത്. എന്നാൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വിവാദം RSS ദേശീയ നേതൃത്വം ഏറ്റെടുത്തതോടെ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതാണ് രാജമൗലിയും പ്രശാന്ത് നീലിനെയും ആശങ്കപ്പെടുത്തുന്നത്. രാജമൗലി പറയാൻ പോകുന്ന പുരാണ കഥയിൽ ഹിന്ദു വിരുദ്ധനായി സംഘപരിവാർ സംഘടനകളും RSSഉം ചിത്രീകരിക്കുന്ന പൃഥ്വിരാജിനെ അഭിനയിപ്പിച്ചാൽ സിനിമ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമോ എന്ന ഭയം സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരം. തന്റെ ഒരു സിനിമയും വിവാദത്തിൽ പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന സംവിധായകനാണ് രാജമൗലി. ഒരു വിഭാഗം സംഘർഷത്തിന് പോകാതെ സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ RSS നേതൃത്വവുമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ ആശയവിനിമയം നടത്താനും സാധ്യത ഏറെയാണ്. RSS തുടർന്നും ഉടക്കി നിൽക്കുകയും ഈ ബ്രഹ്മാണ്ഡ സിനിമയുടെ നിർമ്മാതാക്കൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങുകയും ചെയ്താൽ പൃഥ്വിരാജ് രാജമൗലി സിനിമയിൽ നിന്നും ഔട്ടാകും. സമാന സാഹചര്യമാണ് പൃഥ്വിരാജ് പ്രധാന വില്ലനായി അഭിനയിക്കുന്ന പ്രശാന്ത് നീൽ ചിത്രമായ സലാർ 2വിന്റെ നിർമ്മാതാക്കളും നേരിടാൻ പോകുന്നത്. ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയായതിനാൽ ഈ സിനിമയിൽ നിന്നും പൃഥ്വിരാജിനെ മാറ്റുക അത്ര എളുപ്പമല്ല. പൃഥ്വിരാജ് ഇല്ലാതെ സലാർ 2 ഉണ്ടാവുകയുമില്ല. ഇതും വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ പ്രത്യേക ഹിന്ദുവിരുദ്ധനായി ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ ചിത്രീകരിച്ചു കഴിഞ്ഞതിനാൽ ഈ പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിലും ഏറെ കടമ്പകൾ ഉണ്ടാകുമെന്നാണ് ഫിലിം ജേർണലിസ്റ്റുകളും ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരം എതിർപ്പുകൾ സിനിമയിലൂടെ പാൻ ഇന്ത്യ ബിസിനസിനെയും വല്ലാതെ ബാധിച്ചേക്കാം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പിണറായി സർക്കാരിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും പ്രാധാന്യം. ഇടതുപക്ഷ വിരുദ്ധ സിനിമാ പ്രവർത്തകരും തിരിച്ചറിയാൻ പോകുന്നത് ഇതാണ്. കേരളത്തിൽ നിന്നും ലഭിക്കുന്ന സംരക്ഷണവും പിന്തുണയും ഒന്നും മറ്റൊരു സംസ്ഥാനത്ത് നിന്നും സിനിമാ പ്രവർത്തകർക്ക് ലഭിക്കാൻ പോകുന്നതേയില്ല. അവിടെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചടി വേറെ രൂപത്തിലാണ് ലഭിക്കുക. വർത്തമാനകാല ഇന്ത്യ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും ഏകദേശം ഇതുതന്നെയാണ്.